ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിയമാവർത്തന നിയമസംഹിതകളുടെ ആദ്യ ഭാഗത്തിൻ്റെ സമാപനത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുക. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമാവർത്തന നിയമസംഹിത ആരംഭിക്കുന്നത് 4-ാം അധ്യായം 44 മുതൽ അവസാനിക്കുന്നത് 28-ാമത്തെ അധ്യായത്തോടു കൂടിയാണ്. അതിനെ 2 ഭാഗങ്ങളായിട്ടുണ്ട്. 4-ാം അധ്യായം 44 മുതൽ 11-ാം അധ്യായത്തിൻ്റെ സമാപനം വരെയും 12-ാമത്തെ അധ്യായം 1 മുതൽ 28-ാമത്തെ അധ്യായത്തിൻ്റെ സമാപനം വരെയും. ഇങ്ങനെ 2 സെറ്റുകളായിട്ടാണ് നമ്മൾ ഈ നിയമാവർത്തന നിയമസംഹിത മനസ്സിലാക്കുക. ആദ്യത്തെ നിയമസംഹിതകളുടെ സമാപനമാണ് 9, 10, 11 അധ്യായങ്ങളിലൂടെ കാണുന്നത്. 11-ാമത്തെ അധ്യായത്തിൻ്റെ സമാപനം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അനുഗ്രഹങ്ങളെക്കുറിച്ചും ശാപങ്ങളെക്കുറിച്ചുമുള്ള വചസ്സുകളാണ് നമ്മൾ കാണുക. കാരണം ദൈവത്തിൻ്റെ കൽപ്പനകളും നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ അനുസരിച്ചാൽ അനുഗ്രഹങ്ങൾ കിട്ടുമെന്നും എന്നാൽ അത് മറിച്ചായാൽ ശാപങ്ങൾ കടന്നു വരുമെന്നും ഉള്ള ഒരു പ്രബോധനമാണ് മോശ ഇസ്രായേൽക്കാർക്ക് നൽകുക. അതുകൊണ്ട് തന്നെ ഇത് 1-ാമത്തെ ഭാഗത്തിൻ്റെ നിയമസംഹിതയുടെ 1-ാമത്തെ ഭാഗത്തിൻ്റെ സമാപനമാണെന്ന് പറയാം. 12-ാമത്തെ അധ്യായം ആരംഭിക്കുന്നത് തന്നെ ദീസ് ആർ ദ ലോസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇവയാണ് ഇസ്രായേൽ ജനത്തിൽ പറഞ്ഞു കൊടുക്കേണ്ട നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു നിയമസംഹിതയായിട്ട് 12-ാം അധ്യായം ആരംഭിക്കുക. അതിൻ്റെ സമാപനമാകട്ടെ 27, 28 അധ്യായങ്ങളിലൂടെ കടന്നു വരുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ശാപങ്ങളെക്കുറിച്ചുമുള്ള ഭാഗങ്ങളാണ്. ഇപ്രകാരം 2 ഭാഗങ്ങളായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ നിയമസംഹിതകളുടെ ആദ്യത്തെ ഭാഗത്തിൻ്റെ സമാപനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. അത് 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിലാണ് കാണുന്നത്. അതൊരു 9-ാം അധ്യായം 1-ാം വാക്യം തന്നെ പുതിയൊരു തുടക്കത്തിൻ്റെ സൂചനയാണ് നമുക്ക് നൽകുക. ഹെബ്രായ ഭാഷയിൽ ഷമാ ഇസ്രായേൽ അത്ത ഒവേർ ഹയോം എത്ത് ഹയർദേൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുക. അതായത്, അല്ലയോ ഇസ്രായേലെ കേട്ടാലും നീ ജോർദാൻ്റെ മറുകരയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ജോർദാൻ നദി കടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ നീ ഇവയെല്ലാം കേൾക്കണം. അപ്പോൾ ജോർദാൻ നദി കടന്ന് വാഗ്ദാന ദേശത്തേക്ക് പോകാൻ പോകുന്ന ഇസ്രായേൽ ജനതയ്ക്കുള്ള മുന്നറിയിപ്പായിട്ട് അടുത്ത ഒരു നിയമത്തെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് 9 മുതലുള്ള അധ്യായങ്ങളിൽ. ഇവിടെ നിയമം പറയുന്നതിനേക്കാട്ടിലുപരിയായി ഹൊറേബിൽ നടന്ന വിശ്വാസത്യാഗത്തെക്കുറിച്ചാണ് മോശ പറയുന്നത്. മോശ ആരാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. മോശയുടെ പ്രത്യേകത എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ റോള് എന്താണെന്ന് ഇസ്രായേൽ ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുന്ന ഭാഗമാണ് 9-ാം അധ്യായത്തിൽ കാണുക. ദൈവമായ കർത്താവിൻ്റെ അടുത്ത് നിന്ന് മോശ 10 കൽപ്പനകളുമായിട്ട് കടന്നു വരുമ്പോൾ ഹൊറേബ് മലയുടെ അടിവാരത്തിൽ അദ്ദേഹം കാണുന്ന വിശ്വാസത്തിൻ്റെ അപജയങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അഹ്റോന് കൂട്ടരും ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കിയതും ആ കാളക്കുട്ടിയെ ആരാധിച്ചതുമൊക്കെ ഉള്ള രംഗങ്ങൾ കണ്ടപ്പോൾ മോശ താൻ കൊണ്ടുവന്ന 10 കൽപ്പനകൾ അല്ലെങ്കിൽ 10 പ്രമാണങ്ങൾ അടങ്ങിയ 2 കൽപ്പനകൾ തച്ചുടയ്ക്കുകയും വീണ്ടും അവർക്ക് നിയമങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കുകയും കർത്താവിൻ്റെ സന്നിധിയിൽ 40 രാവും 40 പകലും ഉപവസിക്കുകയും വീണ്ടും കർത്താവിൻ്റെ മലയിലേക്ക് ചെന്ന് കർത്താവ് തന്നെ എഴുതിക്കൊണ്ടുവന്ന പ്രമാണങ്ങളും ചട്ടങ്ങളും ഇസ്രായേൽ ജനത്തിന് വീണ്ടും കൊടുക്കുകയും ചെയ്ത സംഭവത്തെ മുഴുവനെയും ഇവിടെ കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ് 9-ാമത്തെ അധ്യായത്തിലൂടെ. മാസായിലും തബേറായിലും കിർബോത്ത് ഹത്താവായിലും ഒക്കെ നടന്ന സംഭവങ്ങളെ, പ്രത്യേകിച്ച് സംഖ്യയുടെ പുസ്തകം 11 മുതൽ നടന്ന സംഭവങ്ങളെയൊക്കെ ഇവിടെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പഴയകാല ജീവിതത്തിൽ എങ്ങനെ, അല്ലെങ്കിൽ ഹൊറേബ് മലയുടെ അടിവാരത്തിൽ വെച്ച് ദൈവികമായ കർത്താവ് നിയമങ്ങളെ വ്യാഖ്യാനിച്ചു കൊടുത്തു.
ആ നിയമങ്ങളെ ഒരു പുനർവ്യാഖ്യാനം നടത്തുകയാണ് ചെയ്യുന്നത് എന്ന് ഇവിടെ ജനത്തോട് പറയുകയാണ് 9-ാമത്തെ അധ്യായത്തിൽ. അതുകൊണ്ട് വീണ്ടും ഉണർത്തിക്കുകയാണ്, വിഗ്രഹാരാധന പാടില്ല, ഈ ഭൂമിയിലുള്ള ഒന്നിൻ്റെ രൂപം ദൈവത്തിങ്കിലേക്ക് ആരോപിക്കാൻ പാടില്ല, ദൈവത്തിൻ്റേതായിട്ടുള്ള രൂപങ്ങളില്ല, ഭാവങ്ങളില്ല, സ്വരം മാത്രമാണ് നമ്മൾ കേട്ടത്. അതിനാൽ ഏകദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടുകൂടി സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു നിയമമാണ് ഇവിടെ കൊടുക്കുക. അതാണ് 20-ാമത്തെ വാക്യത്തിലൊക്കെ പ്രധാനമായിട്ടും പറയുന്നത്. അഹറോനോടും കർത്താവ് കൽപ്പിച്ചു, അവനെ നശിപ്പിക്കാൻ അവിടുന്ന് ഒരുങ്ങി, അവനു വേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു. മോശ എങ്ങനെയാണ് ഒരു ഇൻ്റർപ്രറ്റർ ഓഫ് ലോ, ദൈവിക നിയമങ്ങളുടെ വ്യാഖ്യാതാവായിട്ട് മാറുന്നത്? മോശ എപ്രകാരമാണ് ഉടമ്പടിയുടെ നവീകരണത്തിൻ്റെ വ്യക്തിയായിട്ട് മാറുന്നത്? മോശ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന വ്യക്തിയായിട്ട് മാറിയത് എന്നതിനെക്കുറിച്ചുള്ള സൂചനകളാണ് 9-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. 10-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഈ ദൈവിക നിയമങ്ങളെ മോശ വഴി ഇസ്രായേൽ ജനത്തിന് ദൈവമായ കർത്താവ് കൊടുത്ത ദൈവിക നിയമങ്ങളുടെ സാരസംഗ്രഹമായ 10 പ്രമാണങ്ങളെ മോശ ഒരു കല്ലിൽ എഴുതി കൊടുക്കുകയാണ്. ആ കല്ലിൽ എഴുതിയ പ്രമാണങ്ങൾ വാഗ്ദാന പേടകത്തിൽ നിക്ഷേപിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ പ്രമാണങ്ങളുടെ എല്ലാം ഒരു പ്രത്യേകതയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പ്രമാണങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം അത് സുരക്ഷിതമായിട്ട് നിക്ഷേപിക്കണം. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 12 മുതൽ 28 വരെയുള്ള പ്രമാണ സംഹിതകളുടെ ശേഷം 29-ാമത്തെ അധ്യായത്തിൽ മോശ ഈ നിയമങ്ങളെ കൃത്യമായിട്ട് എഴുതി നിക്ഷേപിക്കുകയാണ് ചെയ്തത്. ഇതുപോലെ ഒരു നിക്ഷേപമാണ് 10-ാമത്തെ അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ കാണുക. അത് മറ്റൊരിടത്തുമല്ല, വാഗ്ദാന പേടകത്തിൻ്റെ ഉള്ളിലാണ് അദ്ദേഹം നിക്ഷേപിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് തന്നെ ആദ്യത്തെ ഈ 2 പ്രമാണങ്ങളിലെ ആദ്യത്തെ ഭാഗമായ 44-ാം വാക്യം മുതൽ 11-ാം അധ്യായത്തിൻ്റെ സമാപനം വരെയുള്ള ഭാഗങ്ങൾ ഒറ്റ യൂണിറ്റായിട്ട് നിൽക്കുന്നു എന്നുള്ളതിനെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതൊരു നിയമസംഹിതയാണെന്നും ആ നിയമസംഹിത ഇവിടെ മോശ വാഗ്ദാന പേടകത്തിൽ അത് എഴുതി പൂർത്തീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ചു എന്ന് സൂചിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് ഇവിടെ പറയുന്നത്, മോശ ഇത് സ്വീകരിക്കാൻ വേണ്ടി വീണ്ടും മലയുടെ മുകളിലേക്ക് കയറിപ്പോയ സംഭവങ്ങളെ പറയുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 34-ാമത്തെ അധ്യായത്തിലൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്ന സംഭവങ്ങളെ ഇവിടെ പുനരാവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത്. മോശ മരുഭൂമിയിൽ കർത്താവിൻ്റെ മലയിലേക്ക് പോയി 40 രാവും 40 പകലും അവിടെ ഉപവസിച്ച് കർത്താവിനോട് പ്രാർത്ഥിച്ചു. അതിനുശേഷം നടന്ന അഹ്റോൻ്റെ മരണത്തെക്കുറിച്ചുമൊക്കെ സൈർ മലയിൽ അദ്ദേഹത്തെ അടക്കിയ കാര്യങ്ങളുമൊക്കെ ഇവിടെ പറയുന്നതിലൂടെ ഇസ്രായേൽ ജനത്തിന് ദൈവമായ കർത്താവ് മോശയിലൂടെ നിയമങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും നൽകി അതനുസരിക്കാൻ ഓരോ വ്യക്തിയും ബാധ്യസ്ഥനാണ് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇതിൻ്റെ സമാപനത്തിൽ നമ്മൾ കാണുന്നത് 10-ാം അധ്യായം 11 മുതൽ 11-ാം അധ്യായം 25 വരെയുള്ള തിരുവചന ഭാഗമാണ്. ഇതിൽ 2-3 കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാഗ്ദാന നാട്ടിലേക്ക് ഒരു വ്യക്തി പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അവനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുക. പ്രധാനമായിട്ടും എന്തിനാണ് ഈ നിയമങ്ങൾ അനുസരിക്കേണ്ടത്? നിയമങ്ങളുടെ അനുസരണം എന്ന് പറയുന്നത് ദൈവത്തെ ഭയപ്പെടാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആഴമായ ബോധ്യത്തിലേക്ക് ഒരുവനെ കൊണ്ടുവരികയാണ്. വാഗ്ദാന ദേശത്ത് എന്നും ജീവിക്കാൻ വേണ്ടി, ദീർഘകാലം ജീവിക്കാൻ വേണ്ടി ദൈവത്തെ ഭയപ്പെടാൻ മോശ ആഹ്വാനം ചെയ്യുകയാണ്. എന്നിട്ട് കുറച്ച് നിബന്ധനകൾ കൊടുക്കുകയാണ്. വാഗ്ദാന നാട്ടിലേക്കുള്ള പ്രവേശനത്തിൻ്റെ നിബന്ധനകൾ. 1-ാമത്തെ നിബന്ധനയാണ് പരിച്ഛേദനം ചെയ്യണം. 10-ാം അധ്യായം 16-ാം വാക്യം, ആകയാൽ ഹൃദയം തുറക്കുവിൻ, ഇനിമേ ദുശാഠ്യക്കാരാകരുത്, എന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ദൈവങ്ങളുടെ ദൈവവും നാഥന്മാരുടെ നാഥനും മഹാനും ശക്തനും ഭീതിതനുമായ ഒരു വ്യക്തിയാണ്. പരിച്ഛേദനം ചെയ്യുന്നതിലൂടെ, ഹൃദയങ്ങൾ തുറക്കുന്നതിലൂടെ
ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് ഒരു വ്യക്തി കടന്നു വരാൻ പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു അനുഭവമാണ് പരിച്ഛേദനം ചെയ്യുക വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രീ റിക്വസിറ്റായിട്ടാണ് കൊടുത്തിരിക്കുക. ജോഷുവയുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ 2 മുതലുള്ള തിരുവചനങ്ങളിൽ നമ്മൾ കാണുന്നതും ഇത് തന്നെയാണ്. വാഗ്ദാന ദേശത്തേക്കുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പ്രവേശനത്തിന് ജോഷുവ ഇസ്രായേൽ ജനങ്ങളെല്ലാം വിളിച്ചുകൂട്ടി അവരുടെ പുതിയ ആൾക്കാരെ, മരുഭൂമിയിൽ ജനിച്ച പുതിയ ആൾക്കാരെ എല്ലാം പരിച്ഛേദനം ചെയ്ത് പെസഹ തിരുനാൾ നടത്തി വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 56-ാമത്തെ അധ്യായത്തിൽ 1-2 തിരുവചനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വാഗ്ദാന ദേശത്തേക്ക് പോകുന്ന ഇസ്രായേൽ ജനം പരിച്ഛേദിതരായിട്ട് മാറണം എന്നതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അപരിച്ഛേദിതരാരും തന്നെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയില്ല എന്ന് ദൈവമായ കർത്താവ് അവിടെ പറയുകയാണ് ചെയ്യുന്നത്. ഇപ്രകാരം പരിച്ഛേദനത്തിലൂടെ, ഹൃദയം തുറക്കുന്ന അനുഭവത്തിലൂടെ ഒരു പുതിയ വ്യക്തിയായി ഒരു മനുഷ്യൻ രൂപപ്പെടുകയും അതുവഴിയായി ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ ഇസ്രായേൽ ജനം വാഗ്ദാന ദേശത്തേക്ക് പോവുകയും ചെയ്യുന്നു എന്ന് അറിയിക്കുന്നു. രണ്ടാമതായിട്ട് പറയുന്നത് സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹ്യ നീതി ഇവിടെ പാലിക്കപ്പെടണം. അത് അത്യാവശ്യമാണ്. ഒരു വാഗ്ദാന ദേശത്തേക്ക് പ്രവേശിക്കുന്നതിന് സാമൂഹ്യ നീതി ആവശ്യമാണ്. സാമൂഹ്യ നീതി എന്ന് നശിപ്പിക്കപ്പെടുന്നുവോ അന്ന് വാഗ്ദാന ദേശത്ത് നിന്നുള്ള ഒരു പുറന്തള്ളൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ആമോസിൻ്റെ പുസ്തകം 2-ാം അധ്യായം 7-ാമത്തെ തിരുവചനത്തിൽ പറയുന്നത്, ദരിദ്രൻ്റെ തല പൂഴിയിലിട്ട് ചവിട്ടിയരയ്ക്കുകയും ഒരു ജോഡി ചെരുപ്പിനു വേണ്ടി സാധുക്കളെ വിൽക്കുകയും അപ്പനും മകനും ഒരേ യുവതിയെ പ്രാപിച്ച് തൻ്റെ വിശുദ്ധനാമത്തെ അശുദ്ധമാക്കുകയും ചെയ്യുന്നു. ഇസ്രായേലിൻ്റെ ഏറ്റവും ഹീനമായ പാപത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവിടെ സാമൂഹ്യ നീതി അവഗണിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അതിനെ മാനിക്കുന്നില്ല. അതിനാൽ തന്നെ വിശുദ്ധ നാട്ടിലേക്ക് അവർ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഇവിടെ പറയുന്ന 18-ാമത്തെ വാക്യത്തിൽ, 10-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, അവിടുന്ന് അനാഥർക്കും വിധവകൾക്കും നീതി നടത്തി കൊടുക്കുന്നു, ഭക്ഷണവും വസ്ത്രവും നൽകി പരദേശിയെ സ്നേഹിക്കുകയും ചെയ്യുന്നു. അതിനാൽ പരദേശിയെ സ്നേഹിക്കുക അതൊരു വലിയ നിയമമായിട്ടാണ് കരുതപ്പെടുന്നത്. 3-ാമതായിട്ട് പറയുന്നതാണ് ദൈവത്തെ ഭയപ്പെടുകയും അവനെ സേവിക്കുകയും ചെയ്യുന്നതിലൂടെ ഒരുവൻ വാഗ്ദാന ദേശത്തിന് അവകാശിയായി തീരും. ഇപ്രകാരം കർത്താവിൻ്റെ വാഗ്ദാന ദേശത്തേക്ക് ഒരു വ്യക്തിയെ കൊണ്ടുപോകുന്ന നിയമസംഹിതകളെയാണ് നിയമാവർത്തന പുസ്തകത്തിൻ്റെ ഗ്രന്ഥകാരൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുക. ഇനി അവസാനത്തെ സമാപന ഭാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ 11-ാം അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പഴയകാല ജീവിത സാഹചര്യങ്ങളെ വീണ്ടും മോശ എടുത്തു വെച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുക. ഈജിപ്ത് ദേശത്ത് നിന്ന് ദൈവം എങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചതിനെക്കുറിച്ചുള്ള ഒരു വലിയൊരു ലിസ്റ്റ് ഇവിടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് 11-ാം അധ്യായം നമുക്ക് നൽകുന്നത്. ഈജിപ്തിൽ വെച്ച് അവിടുത്തെ രാജാവായ ഫറവോയ്ക്കും അവൻ്റെ രാജ്യത്തിനുമെതിരായി അവിടുന്ന് പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും ഒക്കെ മോശ ഇസ്രായേൽ ജനതയ്ക്ക് വിവരിച്ചു കൊടുക്കുകയാണ്. ഈജിപ്ത് ദേശത്ത് അവർ പാപം ചെയ്തു, ദൈവം അവർക്ക് ശിക്ഷ കൊടുത്തു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നാണ് ഇവിടെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. 11:8 പറയുന്നു, ഞാനിന്ന് തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തരാവുകയും നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം സ്വന്തമാക്കുകയും നിങ്ങളുടെ പിതാക്കന്മാർക്കും അവരുടെ സന്തതികൾക്കുമായി നൽകുമെന്ന് കർത്താവ് ശപഥം ചെയ്ത തേനും പാലും ഒഴുകുന്ന ആ ഭൂമിയിൽ നിങ്ങൾ ദീർഘകാലം വസിക്കാൻ ഇടയാക്കുകയും ചെയ്യുകയുള്ളൂ. അതാണ് നിയമത്തിൻ്റെ കൺക്ലൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. ആദ്യ ഭാഗത്തെ നിയമത്തിൻ്റെ കൺക്ലൂഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ പ്രമാണങ്ങളെ, ചട്ടങ്ങളെയുമൊക്കെ അത് സന്തോഷത്തോടുകൂടി സ്വീകരിക്കുക, അത് ഉൾക്കൊണ്ടാൽ മാത്രമേ വാഗ്ദാന ദേശത്തിന് അർഹമാകാൻ പറ്റുള്ളൂ. എന്നാൽ ഇവിടെ പുതിയ നിയമ കാഴ്ചപ്പാടിലേക്ക് പോകുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ പ്രമാണങ്ങളും ചട്ടങ്ങളും അനുശാസനങ്ങളും? അത് മിശിഹ തന്നെയാണ്. മിശിഹായിലുള്ള ജീവിതമാണ് ഒരു വ്യക്തിയെ നിത്യജീവൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ആ അനുഭവത്തിലേക്കാണ് ഓരോ വ്യക്തിയും, ഓരോ ക്രിസ്ത്യാനിയും പ്രവേശിക്കേണ്ടത് എന്ന് ഈ വചനഭാഗം നമ്മളെ അനുസ്മരിപ്പിക്കുകയാണ്.
എന്നിട്ട് പറയുകയാണ്, ഈജിപ്ത് ദേശം പോലെ അല്ല ഈ കാനാൻ ദേശം എന്ന് പറയുന്നത്. ഈജിപ്ത് ദേശത്തിൻ്റെ പ്രത്യേകതകളൊന്നും തന്നെ ഇനി വരാൻ പോകുന്ന കാനാൻ ദേശത്തേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. അവിടെ ഒരു പുതിയ സൃഷ്ടിയാണ്. ഏദൻ തോട്ടത്തിൻ്റെ അനുഭവമാണ്. ധാരാളം വെള്ളം ലഭിക്കുന്ന സ്ഥലമാണ്. സമൃദ്ധിയുടെ ഇടമാണ്. ആ ഏദൻ തോട്ടത്തിൻ്റെ സമൃദ്ധിയുടെ ഇടത്തിലേക്ക് കർത്താവ് നിങ്ങളെ എത്തിക്കുകയാണ് ചെയ്തത്. പ്രോമിസ്ഡ് ലാൻഡ് അല്ലെങ്കിൽ വാഗ്ദാന ദേശം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ദേശമാണ് എന്ന് മോശ ഇസ്രായേൽക്കാർക്കായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ സമൃദ്ധി തന്നെയാണ് മോശ ചാരന്മാരെ അയച്ചപ്പോൾ അവർ കാണുന്നത് മുന്തിരിക്കൊലകൾ ഏന്തി നിൽക്കുന്ന ആളുകളെ കാണുന്നു. ഇപ്രകാരം സമൃദ്ധിയുടെ ദേശം, പുതിയൊരു സൃഷ്ടിയുടെ അനുഭവം, കാനാൻ ദേശം എന്നൊക്കെ ഈ ദേശത്തെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 11-ാമത്തെ വാക്യം പ്രകാരമാണ് പറയുന്നത്, എന്നാൽ നിങ്ങൾ കൈവശമാക്കാൻ പോകുന്ന ദേശം ധാരാളം മഴ കിട്ടുന്ന കുന്നുകളും താഴ്വരകളും നിറഞ്ഞതാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് സദാ പരിപാലിക്കുന്ന ദേശമാണ്. കർത്താവ് നിങ്ങൾക്ക് സമ്മാനമായിട്ട് നൽകുന്ന ദേശമാണെന്നാണ് പറയുന്നത്. ഇവിടെ മഴ മാത്രമല്ല, ധാന്യങ്ങൾ കർത്താവ് തരും, എണ്ണ കർത്താവ് നമുക്ക് നൽകും, സസ്യങ്ങളെ കർത്താവ് മുളപ്പിക്കും, മൃഗങ്ങൾ ധാരാളം ഉണ്ടായിരിക്കും, സമൃദ്ധിയുടെ അനുഭവം നിങ്ങൾക്കുണ്ടാകും. അപ്പോൾ കാനാൻ ദേശം എന്താണെന്ന് കൃത്യമായിട്ട് അവതരിപ്പിക്കുകയാണ്. ഏദൻ തോട്ടത്തിൻ്റെ അനുഭവമാണ് കാനാൻ ദേശം. അവിടെ മഴയുണ്ട്, വെള്ളമുണ്ട്, 4 കൈവഴികളായിട്ട് പിരിയുന്നതായിട്ട് കാണുന്നു. അവിടെ സമൃദ്ധിയുണ്ട്, എല്ലാത്തരം വിഭവങ്ങളും ഭക്ഷിക്കാം, സസ്യങ്ങളുണ്ട്, എല്ലാത്തരം ജീവജാലങ്ങളുമുണ്ട്. അതിനെല്ലാം പരിപാലിക്കാനും സംരക്ഷിക്കാനും അതുപോലെ തന്നെ അതിനെ സർവീസ് ചെയ്യാനുമുള്ള വരമാണ് ഒരു മനുഷ്യന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കാനാൻ ദേശത്തിൻ്റെ അനുഭവം. ഇതിൻ്റെ സമാപനത്തിലാണ് 26 മുതൽ 32 വരെയുള്ള വചനഭാഗങ്ങളിൽ അനുഗ്രഹങ്ങളും ശാപവും കൊണ്ടുവയ്ക്കുന്നത്. ഇപ്രകാരമാണ് പറയുന്നത്, ഇന്നേ ദിവസം നിങ്ങളുടെ മുമ്പിൽ ഞാനൊരു അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു. ഇത് തന്നെയാണ് 30-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുക. മോശ പറയുന്നു, ഇന്നേ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ജീവനും മരണവും കൊണ്ടുവയ്ക്കുന്നു. നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ ജീവൻ എടുക്കാം, മരണം വേണമെങ്കിൽ മരണമെടുക്കാം. കാരണം ഇത് മനുഷ്യൻ്റെ തിരഞ്ഞെടുപ്പാണ്. അത് തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? കർത്താവിൻ്റെ വചനങ്ങളും പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിക്കുന്നതിലൂടെ. എന്നാൽ അത് നിരാകരിക്കുന്നതോ മറ്റു ദേവന്മാരെ ആരാധിക്കുന്നതിലൂടെ, അവർക്ക് വിധേയമായിട്ട് ജീവിക്കുന്നതിലൂടെ. ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് അനുഗ്രഹത്തിൻ്റെയും ശാപത്തെയും കുറിച്ചുള്ള ദീർഘമായൊരു പ്രബോധനം 11-ാം അധ്യായം 26 മുതൽ 32 വരെയുള്ള വചനഭാഗങ്ങളിലൂടെ അവതരിപ്പിക്കുന്നു. ഇതാണ് 1-ാമത്തെ സെറ്റ് ലോ എന്ന് പറയുക. അപ്പോൾ ആരംഭത്തിൽ കണ്ട 4-ാം അധ്യായം 44 മുതൽ 11-ാം അധ്യായം 32 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ ഒരു സെറ്റ് ഓഫ് ലോസ് ആയിട്ടാണ് നമ്മൾ കാണുക. അതിൻ്റെ ഉള്ളിൽ മോശ ഇസ്രായേൽക്കാർക്കായി നൽകുന്ന ചില പ്രധാനപ്പെട്ട നിയമസംഹിതകൾ. അതിൽ പ്രധാനമായിട്ടുള്ളതാണ് വിഗ്രഹാരാധനയിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഏക കർത്താവാണ് നമ്മുടെ കർത്താവ് എന്നുള്ള ആഴമായ ബോധ്യം ഇസ്രായേൽ ജനത്തിൽ ഉളവാക്കുക. അതുപോലെ തന്നെ മറ്റു ദേവന്മാരോടൊന്നും അല്ലെങ്കിൽ മറ്റു ജനതകളോട് ഒത്തുചേരരുത്. അതുപോലെ വിഗ്രഹാരാധനയിൽ ഉൾപ്പെടരുത്. ദൈവിക നിയമങ്ങളോട് വിശ്വസ്തത പുലർത്തണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഓരോ നിയമങ്ങളും അതിൻ്റെ പൂർണ്ണതയെ നിർവഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ എല്ലാം ബേസായിട്ട് നിൽക്കുന്നത് ഷമാ ഇസ്രായേൽ, അദോണായി എലോഹേനു അദോണായി യഹാദ്. അല്ലയോ ഇസ്രായേലെ, കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാകുന്നു. ഏക കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടി നീ സ്നേഹിക്കുക. ഈ പ്രമാണങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി അടുത്ത് വരുന്നത് ഈ നിയമാവർത്തന നിയമസംഹിതകളുടെ ഒരു പ്രധാനപ്പെട്ട സെഷനാണ്. 12 മുതൽ 26 വരെയുള്ള അധ്യായങ്ങൾ. അത് അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുവരെ ഈ പ്രാർത്ഥനകൾ, ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ഏടുകളിലൂടെ കടന്നു നിന്ന് കൂടുതൽ ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ജീവൻ നൽകും വചനം. ജ്ഞാനം നൽകും വചനം.